ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. രാവിലത്തെ യുദ്ധവും അംഗപ്പുറപ്പാടൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തൊക്കെ വരുന്ന സമയം 4 മണിയാവും. കുഞ്ഞിനെ വിളിക്കാൻ സമയമാവും. അവളെ വിളിച്ചുകൊണ്ട് വന്നു, കുളിപ്പിച്ചു, ഫുഡ് കൊടുത്തു. കീബോർഡ് ക്ലാസ് ഉണ്ട്, എല്ലാ തേഴ്സ്ഡേയും കീബോർഡ് ക്ലാസ് ഉണ്ട്. ഞാൻ കൊണ്ടാക്കുകയും ചെയ്തു. അതിനുശേഷം ചെറിയ കുഞ്ഞാനുമായിട്ട് ഞങ്ങളുടെ ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ പോവാണ്. ഒരുപാടൊന്നുമില്ല, കറിവേപ്പിലയും ഡ്രാഗൺ ഫ്രൂട്ടും കോവയ്ക്ക് ഒരു നല്ല മുല്ലയും 1-2 ചെടികളും, ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്കറിയാത്തതാണോ എൻ്റെ ചെടികളെ? അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ചിരി മ്യൂസിക്കൊക്കെ കേൾക്കും. അത് കാര്യമാകണ്ട, അതെപ്പോഴും ഓണായിരിക്കും. പിന്നെ മാറി മാറി വരുമെന്നേ ഉള്ളൂ. ചിലപ്പോൾ കരച്ചിലായിരിക്കും, ചിലപ്പോൾ ചിരിയായിരിക്കും, ചിലപ്പോൾ ബഹളമാവും. അത് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. ആ ഒരു പാത്രം വെള്ളം എടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. ആ ടാങ്കിൻ്റെ മേലെ തന്നെ അത് വെച്ചിരിക്കും കേട്ടോ. ഈ റബ്ബറിൻ്റെ കുരുവിൻ്റെ പുറത്തൊരു കായില്ലേ, അല്ല കുരുവിൻ്റെ പുറത്ത് കായല്ല, ആ ഒരു സാധനം, ഒരു ഷെല്ലില്ലേ, അത് ഈ കാലിൽ കുത്തു കിട്ടും. അവിടെ എത്രയും പൊട്ടിക്കിടക്കും. ഞാനാണെങ്കിൽ അത് തീ കത്തിക്കാൻ പറക്കിയിട്ട് പോവേ, അതാകുമ്പോൾ പെട്ടെന്ന് കത്തുമല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കറിവേപ്പിൽ വലിയൊരു മരമാവാനുള്ളതാണ്. ഞാനത് ഒടിച്ചൊടിച്ചെടുക്കും. എന്താണെന്നറിയോ, വലിയ മരമായി കഴിഞ്ഞാൽ പാടല്ലേ. ഞങ്ങളൊരു ചരുവത്തിൽ, ഇവിടെ എന്താണെന്നറിയോ പറയണേ, കുത്തുപ്പൊടി ചരുവം. അപ്പോൾ ചരുവത്തിൽ വെച്ചിരിക്കുകയല്ലേ, അതുകൊണ്ടാണ്. അതിൽ കാടല്ലേ, 1-2 ചെടിയുണ്ട്, മാറ്റി നടാറായി, പക്ഷെ സമയമില്ല ഗൈസ്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പം വെള്ളം എത്തിയില്ലേ, ഇത് ആദ്യമായിട്ട് കായ്ക്കുന്നതാണ്. പൂ ഒരു 10-15 പൂ ഉണ്ടായി, പക്ഷെ 2 കാ മാത്രമേ ഉള്ളൂ. മറ്റതിന് നമുക്ക് കുറച്ച് 2 തവണയായിട്ട് ഒരു 3 കായൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് വൈകുന്നേരത്തെ വിശേഷം. തീർന്നിട്ടില്ല. അടുത്ത് എന്താണ് ഉണ്ടാവുക അത് പറയാൻ പറ്റില്ല കേട്ടോ, കാരണം മാറി മാറി വരും. അപ്പോൾ കുറച്ച് നേരം കുഞ്ഞിനെ വെച്ച് അവിടെ നിന്ന് കളിപ്പിച്ചു. അപ്പോൾ പിന്നെയും അന്തരീക്ഷം മാറി, നല്ല തെളിച്ചു വന്നു, പിന്നെ മഴ വന്നു, അങ്ങനെ മാറി മാറി മറിഞ്ഞു കൊണ്ടുവന്നു. അപ്പം നിങ്ങൾക്ക് ഇന്ന് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് കാണണ്ടേ? കണ്ടോ? കുഞ്ഞിവിടെ പിടങ്ങുകയാണ് കേട്ടോ. അവൻ്റെ അടുത്തും കൂടെ സംസാരിക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് സൗണ്ട് മാറുന്നത്. അത് മാത്രമല്ല, നല്ല അടാറ് തുമ്മലാണ് ഗൈസ്. അതിന് യാതൊരു അന്ത്യവും ഞാൻ കാണുന്നില്ല. അതാണ് സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇത് ചെറിയൊരു കായാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുഞ്ഞിന് കീബോർഡ് പഠിക്കുന്നിടത്ത് പോയി. ആളൊരു ഉഷാറില്ലായ്മയുണ്ട്. കാരണം ഉണ്ടല്ലോ, ആ കുള്ളിവിടെ വേണമായിരുന്നേ. ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ പ്രോമിസ് ചെയ്യുകയായിരുന്നു, പക്ഷെ ചെക്കൻ താഴെ നിൽക്കുന്നില്ല. അപ്പോൾ അവനെയും വെച്ചിട്ട് ഉള്ളി അരിയാന്ന് പറയുമ്പോൾ ടാസ്ക്കാണ്. അതുകൊണ്ട് ഇന്ന്, അതായത് ഫ്രൈഡേ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നടക്കും ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല. ആ ചെക്കനും കുറച്ച് കീബോർഡൊക്കെ പഠിച്ചു. ഞങ്ങൾക്കിന്ന് കൊയർ പ്രാക്ടീസ് ഉണ്ടായിരുന്നു പള്ളിയിൽ. അതൊക്കെ കഴിഞ്ഞു 8 മണിയായപ്പോൾ വന്നിട്ട് ഞങ്ങൾക്ക് കട്ടനും കുട്ടികൾക്ക് പാലും ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇനി കപ്പയും മീൻകറി ഉണ്ടാക്കണം. അതൊരു 1/2 മണിക്കൂറിനുള്ളിൽ ഞാൻ ഉണ്ടാക്കും. കുക്കിംഗ് എനിക്ക് വളരെ ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ. പക്ഷേ ക്ലീനിങ് ഞാൻ ഭയങ്കര ടാസ്ക്കാണ്. കാരണം ഒന്നാമത് പതിയെ ചെയ്യുള്ളൂ, രണ്ടാമത് എനിക്കതിനോട് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല കേട്ടോ. പിന്നെ ഗതികേട് കൊണ്ട് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെയാണ്. കട്ടനിലെ തേയിലപ്പൊടിയൊക്കെ ഇട്ടു. അപ്പോൾ കമൻറ്റ് ചെയ്യണേ, നിങ്ങൾക്ക് കുക്കിംഗ് ആണോ ക്ലീനിങ് ആണോ ഇഷ്ടമെന്ന്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടേ, അവൾക്ക് കുക്കിംഗ് ഒട്ടും ഇഷ്ടമില്ല, അവൾക്ക് ക്ലീനിങ്. അവൾ എപ്പോഴും വീടൊക്കെ ഓർഗനൈസ് ചെയ്ത് വയ്ക്കും കേട്ടോ. അവൾക്ക് ഇഷ്ടമാണത്, പക്ഷെ അവൾക്ക് കുക്കിംഗ് ഒട്ടും ഇഷ്ടമില്ലേ. എനിക്ക് നേരെ മറിച്ചാണ്. എനിക്ക് കുക്കിംഗ് ആണ് ഇഷ്ടം, ക്ലീനിങ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. പിന്നെ ചെയ്യാൻ ഇഷ്ടമാണ്, ഒരു മൂഡുണ്ടാവണം. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് നല്ല മഞ്ഞ കളർ കപ്പയാണ് കിട്ടുന്നത്. അത് കുക്കറിലിട്ട് ആ വെള്ളം കളയും കേട്ടോ. ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുക്കറിൽ വയ്ക്കുമ്പോൾ ആ വെള്ളം നമ്മൾ ഉപയോഗിക്കരുത്. എപ്പോഴും കപ്പ വേവിച്ചിട്ട് അതിന് വെള്ളം നമ്മൾ കളയോ തന്നെ വേണം കേട്ടോ. അതും അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 1-2 വിസിലേക്കുമ്പോൾ അത് റെഡിയാവും. ആക്ച്വലി ഞാൻ പഞ്ചസാര അവിടെ തട്ടിയപ്പോൾ എല്ലായിടത്തും ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ തൂത്ത് കളഞ്ഞില്ലെങ്കിൽ ഉറുമ്പ് വരും. ഉറുമ്പ് വന്നിട്ട് എല്ലാം നശിപ്പിക്കും. വാവയ്ക്ക് ഉറക്കം വരുവാണ്. ഞാൻ കുറേ നേരം കൊണ്ട് ഉറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, അവൻ ഉറങ്ങിയില്ല. അപ്പോൾ തലയിൽ ചെറിയൊരു മസാജിങ് കിടക്കും. അപ്പോൾ അത് നിർത്തുന്ന സമയത്താണ് ഇടയ്ക്ക് കരയുന്ന സൗണ്ട് കേൾക്കുന്നത്. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. വീഡിയോസൊക്കെ ഇപ്പോൾ എങ്ങനെയുണ്ട്, എൻ്റെ വീഡിയോസ് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ, സജഷൻ ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇതാ കട്ടനൊക്കെ ഇട്ട് ഇതുപോലെ ഞങ്ങൾ ഇടയ്ക്ക് വന്ന് വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കും കേട്ടോ. എന്നെ വീഡിയോസിൽ വരെ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല കേട്ടോ. ഒരു സെൽഫി പോലും എടുക്കാൻ ഇഷ്ടമില്ലാത്തൊരു മനുഷ്യനാണ്. പിന്നെ ആളിതുപോലെ വന്ന് പെട്ടുപോണതാണ് ഗൈസ്. ഈ വീഡിയോയിൽ ഇത്രയും വന്നത് ആൾ അറിഞ്ഞിട്ട് കൂടി ഉണ്ടായിരുന്നില്ല.
ഞാൻ വീഡിയോ എടുക്കുന്നത് അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. പിന്നെ ആൾക്ക് ഇഷ്ടമില്ലല്ലോ, അപ്പോൾ നമ്മളത് നിർബന്ധിക്കാൻ പാടില്ല. എല്ലാവർക്കും അവരുടേതായ ഇഷ്ടങ്ങളും പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടമാണ് ഇതെനിക്കൊരു പ്രൊഫഷനാക്കണം. കാരണം എൻ്റെ കുഞ്ഞ് ഇപ്പോൾ 1 വയസ്സായിട്ടേ ഉള്ളൂ. അവനൊരു 4-5 വയസ്സ് വരെ സ്കൂളിൽ പോകുന്നവരെ അവനെന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഞാൻ അവൻ്റെ ഒപ്പം വേണം. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെറുതെ വീട്ടിൽ ഇരിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് യൂട്യൂബ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. അപ്പം നമുക്കത് യൂസ് ചെയ്യാം. മോണിറ്റൈസേഷൻ ആവോ, കാശ് കിട്ടോ, എത്രത്തോളം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നും യാതൊരു ഐഡിയ ഇല്ല. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ ട്രൈ ചെയ്യാം. വെറുതെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എന്തായാലും വീട്ടിൽ പണിയെടുക്കുന്നുണ്ട്. അതൊരു ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അത് എളുപ്പമൊന്നുമല്ല കേട്ടോ പറയണേ. നമ്മൾ നോർമലായിട്ട് പണിയെടുക്കാവുന്ന സമയത്തേക്കാളും കൂടുതലാവും. ചിലപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ മറന്നു പോകും. അപ്പോൾ ആ ക്യാമറ ഓൺ ആയിരിക്കും. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ ശരിക്കും 1 മണിക്കൂറത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കപ്പയും മീൻകറിയും വെച്ചു. കഴിക്കുന്ന എടുക്കാൻ മറന്നു കേട്ടോ. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്.